in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നുമല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 2-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, സങ്കീർത്തനം 30-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, രട്ടിനെ അഴിച്ച് നീ എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ആഴമായി പ്രഭാതത്തിൽ ചിലരോട് ഞാൻ വിളിച്ചു പറയും, നിങ്ങൾക്കൊരു സീസൺ മാറുന്നത് പോലെ ഇന്നലകളിൽ പരാജയം കേട്ട, ജീവിതത്തിനകത്ത് വഴി തുറക്കത്തിൽ എന്ന് പറഞ്ഞ ആരോടൊക്കെ ഈ പ്രഭാതത്തിൽ ഒരു ദൈവിക ദൂതായി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ നീ കേൾക്കുന്നത് സന്തോഷ വാർത്തകളായിരിക്കും. നിനക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കർത്താവ് നിനക്കൊരു സീസൺ തുറക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യുന്നൊരു സീസൺ ഇതാ, ആ സീസൺ ഇതാ തുറക്കുകയാണ്. നിങ്ങളുടെ നോക്കി ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുകയാണ്, ഇന്നു മുതൽ നിങ്ങൾക്ക് പുതിയതായ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യും. പുതിയ നിയമത്തിനകത്ത് ഇതാ തിമായിയുടെ മകനായി ഭർത്തിമായി ശ്രദ്ധിച്ച് അപ്പൻ്റെ പേരിൽ അറിയപ്പെടുന്നവൻ, അവൻ റോഡിൽ ഒരു യാചകനായിരിക്കുകയാണ്. അവൻ ഇതാ ഒരു ആരവം കേൾക്കുകയാണ്. ആ ആരവം കേട്ട് അവൻ ചോദിക്കുന്നു, ഇതെന്താണ്? ഉടനെ അവിടെ നിന്നവർ വിളിച്ചു പറയുന്നു, നസറേന യേശു ഇതുവഴി കടന്നു വരികയാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ നിലവിളിയിൽ ആ ദേശവും നിന്നവരും അവന് വിരോധമായി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ജന്മന അവൻ കുരുടനാണ്, അപ്പൻ്റെ പേരിലാണ് അവൻ അറിയപ്പെടുന്നത്. അവൻ ശാപം ചുമക്കുന്നവനെന്നുള്ളത് ആ പട്ടണവും ആ ദേശവും മതവും വിളിച്ചു പറയുന്നു. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, അവൻ്റെ നിലവിളി അവൻ നിർത്താൻ തയ്യാറല്ല. അവൻ അറിയാം, ദാവീദിൻ്റെ പുത്രൻ കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവനാണ്. അവൻ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിൽക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി കർത്താവ് നിൽക്കുകയാണ്. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇതാ, കർത്താവ് അവൻ്റെ ആവശ്യത്തെ സാധിപ്പിക്കുകയാണ്. ഞാൻ വിളിച്ചു പറയുന്നു, നീണ്ട നാളുകൾ ആഗ്രഹിച്ചത് അവനെ ദൈവം സാധിപ്പിക്കുകയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവൻ്റെ വിലാപം നൃത്തമാകുകയാണ്. അവൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്, സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ചിരിക്കുവാൻ ഒരു കാലം, വിലപിക്കുവാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രഭാതം മുതൽ ചിലവരുടെ വിലാപം നൃത്തമാകാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിനക്കൊരു പുതിയ സീസൺ എൻ്റെ ദൈവം തുറന്നു തരികയാണ്. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാ, പഴയ നിയമത്തിൽ 430 വർഷം ഇസ്രായേൽ മക്കൾ നിലവിളിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ മോശയോട് ദൈവം പറയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുകയാണ്. അവരെ അവസ്ഥ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ കഷ്ടത കാണുന്ന, നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന, നിങ്ങളുടെ അവസ്ഥ അറിയുന്നവൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ വാഗ്ദത്ത ദേശത്തിലേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ സ്വപ്നം കാണുന്നത് പോലെ ആയിത്തീരുകയാണ്. അവർ ചെങ്കടലിന് മുമ്പിൽ അവർക്ക് വേണ്ടി ചെങ്കടൽ തുറന്നു കൊടുക്കുകയാണ്. ആ ഭാഗത്തിനകത്ത് ചെങ്കടൽ തുറന്നു കൊടുക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിനകത്ത് ആ ചെങ്കടൽ കയറി അവർ അക്കരെ എത്തുമ്പോൾ അന്നു മുതൽ അവർ ശത്രുവിന് അടിമകളല്ല.
അവർ സ്വതന്ത്രരാണ്, അവർ അവകാശികളാണ്. കാരണം എന്തെന്നറിയാമോ? ആ കടലിൽ ശത്രു അവസാനിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതം മുതൽ ചില വിരോധങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവസാനിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അറിയാം. ആ ഭാഗം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. 21-ാമത്തെ വാക്യം. മിരിയാം അവരോട് പ്രതികാരമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച ഈ വചനത്തിന്റെ ആഴമെന്ന് പറയുന്നത്, അഹരോന്റെ സഹോദരി പ്രവാചകി മിരിയാം നല്ല പ്രായമുള്ളൊരു അമ്മച്ചിയാണ്. ആ അമ്മച്ചി നീണ്ട നാളുകൾ ഇസ്രായേൽ മക്കളുടെ വേദന കണ്ടതാണ്. തങ്ങളുടെ തലമുറകളെ ഫറവോൻ നൈൽ നദിയിൽ മുക്കിക്കൊല്ലുന്നത് കണ്ടതാണ്. ഇതാ അവൾ എന്തുകൊണ്ട് ദൈവത്തെ പാട്ടുപാടി നൃത്തം ചെയ്ത് ആരാധിക്കുന്നു ചോദിച്ചാൽ അവൾ വിളിച്ചു പറയും, ഞങ്ങളുടെ തലമുറകളെ നൈൽ നദി മുക്കിയവനെ എൻ്റെ കർത്താവ് ഇതാ ചെങ്കടലിൽ മുക്കിക്കൊന്നിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കണക്ക് പറയുന്നവനാണ്. വിശ്വാസത്തിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞ്, നീണ്ട നാളുകൾ കണ്ണുനീരിലായിരുന്ന, നീണ്ട നാളുകൾ വിഷമത്തിലും വേദനയിലും വഴി തുറക്കാതെ നിന്ന ചിലവർ ഈ പ്രഭാതം മുതൽ പാട്ടുപാടുക. കാരണം എന്തെന്നറിയോ? നിങ്ങളുടെ വിലാപം നൃത്തമാകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നു എന്ന് നിങ്ങൾ കാണുകയാണ്. ഒന്നുകൂടെ നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നയലിലെ വിധവ അവൾ കരഞ്ഞുകൊണ്ടുവരികയാണ്. ആ പട്ടണത്തിൽ അവൾ വിളിച്ചു പറയുന്നു, ഇനി എൻ്റെ ജീവിതം ഇനി ആർക്ക് വേണ്ടിയാണ്? അവൾക്കുള്ള ഏക മകന് കൂടെ മരിച്ചു. ഇനി ഒരു മറുപടിയില്ലാതെ, ലോകത്തിന് പോലും അവളെ സഹായിക്കാൻ കഴിയാത്ത രീതിയിൽ അവളുടെ കൂടെ നിൽക്കുന്നവർ ആ ശവമഞ്ചവും ചുമന്നു വരുമ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളിക്കുന്നവളെ കണ്ട് കർത്താവ് മനസ്സലിയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം ചിലവരെ കണ്ട് മനസ്സലിയാണ്. അപ്പനും അമ്മയില്ലാത്ത എസ്തേറിന്റെ മേലിൽ രാജാവ് കിരീടം വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കുന്നത് പോലെ നിങ്ങളുടെ സ്ഥിതി മാറുന്ന രീതിയിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കുന്ന രീതിയിൽ ഒരു അസാധാരണ അത്ഭുതം ഈ പ്രഭാതത്തിൽ ദൈവം ചെയ്യാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇതാ നൈലിലെ വിധവ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സലിഞ്ഞവൻ പറയാണ്, നീ ഇനി കരയണ്ട. എൻ്റെ യേശു ചിലവരെ നോക്കി ഇന്ന് കരയണ്ട എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് മുതൽ നൃത്തം ചെയ്യാൻ പോവുകയാണ്. അവരുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങൾ കുടുംബമടക്കം ഇതാ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബമടക്കം ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ആ പട്ടണത്തിൽ നിന്റെ തല ഉയരുന്ന ഞാൻ കാണുകയാണ്. ഇതാ നൈലിലെ വിധവയുടെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് അവൻ ശവമഞ്ചത്തിൽ തൊട്ടു. ചുമന്നവർ നിന്നെന്ന് എഴുതിയിരിക്കുന്നത്. ആ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ദൈവം മടക്കി തരുന്ന ഒരു സീസൺ എൻ്റെ ദൈവം തുറക്കുകയാണ്. ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയുന്ന പ്രഭാതത്തിൽ ആരെങ്കിലും ഉണ്ടോ? അതെല്ലാം ദൈവം മടക്കി തരാൻ ശക്തനാണ്. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തിന്റെ സംവത്സരങ്ങളെ അവൻ മടക്കി തരാൻ പോകുന്നു. എൻ്റെ ജനം ഒരു നാളും ലജിച്ചു പോകത്തില്ല. വചനത്തിന്റെ ശക്തിയാൽ ചിലവരെ വിലാപം നൃത്തമായി തീരുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കാണാം. ദിനം പ്രതി ആലയത്തിന്റെ ഫ്രണ്ടിൽ, സുന്ദരം എന്ന ആലയത്തിന്റെ ഫ്രണ്ടിൽ അവൻ യാചകനായിട്ടിരിക്കുകയാണ്. ആരൊക്കെയോ ചുമന്നുകൊണ്ടുവന്ന് അവിടെ അവനെ ഇരുത്തും. അവൻ എന്നും യാചകന്റെ രൂപത്തിലായിരിക്കുന്നു. 40 വയസ്സിന് മുകളിലുണ്ട്. അവന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റമില്ലെന്ന് ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസും യോഹന്നാനും ആലയത്തിലേക്ക് കടക്കാൻ ചെല്ലുകയാണ്. പത്രോസ് അവനെ ഉറ്റുനോക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല തരാൻ, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവന്റെ വലം കരം പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാല് നരിയാണി മുറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. 8-ാമത്തെ വാക്യം. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അടുത്ത പദം പറയുന്നു, അവൻ നടന്നും തുള്ളിയും ദൈവം ചെയ്ത നന്മയ്ക്കൊത്തവണ്ണം അവൻ നൃത്തം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതം മുതൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചിലവർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ദാവീദ് പെട്ടകവും ചുമന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു പൊട്ടനെ പോലെ അവൻ നൃത്തം ചെയ്യുക. കാരണം എന്താണെന്നറിയാമോ? കാട്ടിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞവനെ ദൈവം പട്ടണത്തിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് രാജാവാക്കി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഉന്നത തലങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന് ചിലരോട് പ്രീതി തോന്നിയാൽ ഏറ്റവും അധികമായി ദൈവം അവനെ ഉയർത്തും. ഒരു പട്ടണത്തിലെ രാജാവാക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഉയർച്ചയില്ല. ഞാൻ നിങ്ങളോട് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്,
ഇതാ നിൻ്റെ വിലാപം നൃത്തമാകുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിനകത്തും ഈ പ്രഭാതം മുതൽ ഒരു അതിശയം സംഭവിക്കണം കർത്താവെ. ഇവരെ കേൾവിക്കകത്ത് അസാധാരണമായ സന്തോഷ വാർത്തകൾ വരട്ടെ. ജീവിതത്തിനകത്ത് പുതുക്കം വന്നെന്ന് പറയാൻ തക്കവണ്ണം, ഇവരെ വിലാപം നൃത്തമായെന്ന് പറയാൻ തക്കവണ്ണം കർത്താവെ, ഇന്നു മുതൽ അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് കൂടെ നിങ്ങൾ വാട്സാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അവരുടെ വിടുതൽ നിങ്ങളിലൂടെ സംഭവിക്കാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഉണരാം. പ്രിയരെ, കർത്താവ് വലുതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കണമേ. എല്ലാ ദിവസവും സൂമിൽ ഇന്ത്യൻ സമയം വൈകിട്ട് നമുക്ക് സൂം ആരാധന അടയ്ക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് വലുതായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.